കിതാബ് എഴുതിയ മുസന്നിഫിങ്ങൾ മുഴുവനും ത്വരീഖത്ത് ശൈഖുള്ള ആൾക്കാരാ. എന്നിട്ട് അത് പഠിക്കുമ്പോ ആ ഇമാമിന് വിശ്വാസമില്ല. ആ ബുക്ക് വായിച്ചു പോയാൽ മതിയോ? നിങ്ങൾ പത്രം വായിക്കണ മാതിരി പത്രം എഴുതുമ്പോ ലേഖകനാണല്ലോ, ആ പത്രത്തിൽ കണ്ടെന്ന് പറയാ. എന്നതുപോലെ എന്നാലും നോക്കും ആൾക്കാർ ലേഖകൻ ആരാ, വിശ്വസിക്കാൻ പറ്റിയ ലേഖകനാണോ, പവറുള്ളവനാണോ നോക്കും. ഇതങ്ങനെയല്ല. ബുക്ക് കിതാബൊക്കെ ഓതി പഠിച്ച് ആ കിതാബ് വെച്ച് വേല തന്നെ പൈസ ഉണ്ടാക്കാന്നല്ലാതെ ഈ കിതാബ് എഴുതിയ മുസന്നിഫായ മഹാനാര്, അദ്ദേഹത്തെ ജീവിതം എങ്ങനെ, അദ്ദേഹം ശേഖനെ പഠിച്ചിട്ടുണ്ട്, ആ നൂറാനിയത്താണ് അതിലുള്ളത്. അപ്പൊ എനിക്ക് ആ നൂറാനിയത്ത് കിട്ടണമെങ്കിൽ അദ്ദേഹത്തെ പിന്തുടരണം. അദ്ദേഹത്തിന്റെ എഴുത്തും വാക്കും മാത്രം പോരാ. അങ്ങനെ പിന്തുടർന്നാലോ സ്വാഭാവികമായിട്ടും ഈ ഖുർആൻ, ഈ ഇബാറത്തും കിതാബൊക്കെ നൂറായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ കറുത്ത മഷി മാത്രം കിട്ടുള്ളൂ. ആ കറുത്ത മഷി ഇതിന്റെ തെളിവ് ദാല് മാത്രമാണ്. അതിന്റെ 100 അതിന്റെ ഉള്ളിലുണ്ട്. ആ 100 കിട്ടണമെങ്കിൽ ഞമ്മക്ക് ഉള്ളില് 100 വേണം. നമ്മൾ റൂഹ് ഹയാത്താവണം. അതിന് ശേഖ് വേണം. അപ്പൊ പണ്ഡിതന്മാർ ഈ പാവപ്പെട്ടവരെ മുമ്പിൽ നിന്ന് നയിക്കുമ്പോ, ഖുതുബ് ഓതുമ്പോ, മസ്ബൂക്കായി വരുന്ന ആൾക്കാരെ ഇമാമ് ചുമക്കണം എന്ന് പറയുമ്പോ, ഇത് ഇമാം എന്നെ ചുമക്കാത്ത കോലത്തിലായാല്, ഇമാം എന്നെ നിസ്കാരത്തിന് വരുന്ന നരകത്തുക്കുള്ള ഇമാമാണെങ്കിൽ പിന്നെ എങ്ങനെ ഇതൊക്കെ ചുമക്കപ്പെടും? പിന്നെ എങ്ങനെ നമ്മൾ നാട്ടു ദുആക്ക് ഉത്തരം കിട്ടും? നമ്മളെ പണ്ഡിതന്മാരൊക്കെയും അല്ലാഹു ഖുറവിയായ പണ്ഡിതന്മാരാക്കട്ടെ. ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല. പണ്ട് കാലത്തൊക്കെ വിഷം വന്ന ഓടി പള്ളിക്കാ ചെല്ല. കാരണം എന്തെങ്കിലും വന്ദിച്ചു തന്നിട്ടോ ഒന്ന് ദ്വാരുന്നാലും ശരിയായി. ഇന്നിപ്പോ ഇത്ര തുടങ്ങുന്നതാണ് പള്ളി എന്നാണ്. ഇങ്ങനെ എന്റെ ഉമ്മത്തിനൊരവസ്ഥ വരാൻ പോകുന്ന ഹദീസുണ്ട്. ലായബക്കാഫിൽ ഇസ്ലാമിൽ ഇസ്മോ, ഇസ്ലാമിന് പേര് മാത്രം ബാക്കിയോ, പേരോടൊക്കെ മുസ്ലിങ്ങളെ കർമ്മ കൊണ്ടുണ്ടാവില്ല. കണ്ടില്ലേ, ഷേഖ് വേണ്ടാന്നാ പറയണേ. ഏതെങ്കിലും ക്ലാസ്സിൽ ഷേഖ് വേണം. ഇതെല്ലാ കിതാബിലുണ്ട്, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, തഫ്സീറിലുണ്ട്. എല്ലാ മഹാന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേഖിനെ പിടിക്കണമെന്ന് ആരും പറയണില്ല. എന്തെങ്കിലും ഞുണ്ട് മസലൊക്കെ കിട്ടി അയിമൊക്കെ പിടിക്കും. എന്നാൽ സർവ്വ കിതാബിനും ഷേഖ് വേണമെന്നല്ലേ. അയിമല ആരും അങ്ങ് തിരിഞ്ഞു നോക്കില്ല. എന്താ കാരണം? ഇത് പണ്ഡിതന്മാർ പഠിപ്പിക്കാത്തോണ്ടാ. അവരെക്കാരെ ഇതിൽ ഏറ്റവും ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. കാരണം റബ്ബിന്റെ മുമ്പ് ചെല്ലുമ്പോ ഇത് പഠിച്ചുണ്ടാക്കിയതൊക്കെ എങ്ങനെ ഉപകാരപ്പെട്ടു, ഈ ഉമ്മത്തിനെ ചതിച്ചില്ലേ എന്ന് ചോദ്യം വരും. പണ്ഡിതന്മാർക്ക് ഷേഖ് നിർബന്ധം.